നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് പടന്നക്കാട് ഒഴിഞ്ഞവളപ്പിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ കവരുകയും ചെയ്തു. അക്രമിക്കായി അന്വേഷണം ഊർജിതം. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയ്ക്ക് മറുപടിയുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ആരോപണം തെളിയിച്ചാൽ താൻ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുമെന്ന് ഉണ്ണിത്താൻ. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ സ്വർണ്ണ പണയ തട്ടിപ്പ്. കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ P. ഗംഗാധരൻ നായർ അനുസ്മരണ യോഗം DCC ഓഫീസിൽ നടന്നു. MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം KJM സിറാജുൽ ഹുദ റോഡ് നന്നാക്കണമെന്ന ആവശ്യം ശക്തം. 1.5 കിലോമീറ്റർ റോഡാണ് കാൽനട യാത്ര പോലും സാധ്യമാകാത്ത രീതിയിൽ തകർന്നിരിക്കുന്നത്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തും നവകേരള മിഷനും സംയുക്തമായി പച്ചത്തുരുത്ത് ശില്പശാല സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈമ PA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പടന്നക്കാട് ഒഴിഞ്ഞവളപ്പിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം ഉപേക്ഷിക്കുകയും ചെയ്തു. പുലർച്ചെ 3 മണിക്കായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. മുത്തശ്ശൻ പശുത്തൊഴുത്തിലേക്ക് പോയ സമയം വീടിനകത്ത് കയറിയ അക്രമി ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിയെടുത്ത് സ്ഥലം വിടുകയായിരുന്നു. കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. കാഞ്ഞങ്ങാടിനടുത്ത് പടന്നക്കാട് ഒഴിഞ്ഞവളപ്പിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം ഉപേക്ഷിക്കുകയും ചെയ്തു. മുത്തശ്ശനൊപ്പം വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയാണ് അക്രമി തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം ഉപേക്ഷിക്കുകയും ചെയ്തത്. ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെ മുത്തശ്ശൻ പശുവിനെ കറക്കുന്നതിനായി പുറത്തിറങ്ങിയ സമയത്താണ് സംഭവം. മുത്തശ്ശൻ പശുത്തൊഴുത്തിലേക്ക് പോയ സമയം വീടിനകത്ത് കയറിയ അക്രമി ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിയെടുത്ത് സ്ഥലം വിടുകയായിരുന്നു. കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചതിന് ശേഷം കാതിലെ ആഭരണങ്ങൾ കവരുകയും ചെയ്തു. പിന്നീട് വീടിന് 500 മീറ്റർ അകലെ പെൺകുട്ടിയെ ഉപേക്ഷിക്കുകയുമായിരുന്നു. സമീപത്തെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ച ശേഷം ഈ വീട്ടുകാരോട് പെൺകുട്ടി വിവരം പറഞ്ഞു. ഇവർ കുട്ടിയെ സ്വന്തം വീട്ടിലെത്തിക്കുകയായിരുന്നു. 2 മണിക്ക് എണീച്ചിട്ടുണ്ടായിന്. റൂമിൽ നിന്ന് എണീച്ച് വന്നിട്ട് പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് ചാണകം വാരി പിന്നെ തീറ്റെല്ലാം കൊടുത്തു. ഒരു കരക്കെല്ലാം കൈ അവരെ കുളിപ്പിക്കുകയും ചെയ്തു. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കറന്നു കഴിഞ്ഞിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് കുഞ്ഞിനെ കാണുന്നില്ല. 3-3:30 ഉള്ളിൽ സംഭവം നടന്നു. ഞാൻ 2 മണിക്ക് എണീച്ചിന്. ഞാൻ എന്നിട്ട് പാലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് അപ്പുറം അടുക്കള വാല് തുറന്നിട്ടുണ്ട്, ഇത് അടച്ചിട്ടുണ്ട്, ഇത് പൂട്ടിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ചാരി വെച്ചതേ ഇത് അതേപോലെ പൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പൂട്ടി കണക്ക് തന്നെ ഉണ്ട്. അവിടുന്ന് അടുക്കള പോകുമ്പോഴേക്ക് അത് വാതിൽ തുറന്നിട്ടുണ്ട്. അത് ഞാൻ കുഞ്ഞിൻ്റെ അച്ഛനെ വിളിച്ചു. കുഞ്ഞിൻ്റെ അപ്പിയെടുത്ത് കിടക്കുന്നുണ്ടോ അറിഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ പറഞ്ഞില്ല അറിഞ്ഞു. ഞാൻ പറഞ്ഞ അടുക്കള വാതിൽ തുറന്നിട്ടുണ്ട്. ഞാൻ തുറന്നിന് പറഞ്ഞ് ഞാൻ തുറന്നിട്ട് അറിഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാവരും പെരുതാൻ നിന്നു. അടുക്കള ഭാഗത്തും റൂമിലെല്ലാം പോയിട്ട് അല്ല പെരുകാടിയില്ല. അങ്ങനെ ആളെല്ലാം വിളിച്ച് ആളെ വന്നു കൂടി പെണ്ണു കാതിലൂരിന് കമ്മലൂരി എടുത്തിന്. എന്നിട്ട് അടക്കി പറഞ്ഞാൽ നീ പോയിക്കോറും. മലയാളി തന്നെ, മലയാളം തന്നെ പറയുന്നു. മുങ്ങട് കുഞ്ഞിന് ഉറക്ക പൊത്തിയെന്നാൽ കുഞ്ഞിന്. പക്ഷേ 3 മണിക്ക് ശേഷം കറന്നതിന് ശേഷം ഫ്രണ്ട് വാതിൽ അടച്ചിട്ട് ലോക്ക് ചെയ്തില്ല. അതിന് ശേഷം കറന്നതിന് ശേഷം വരുമ്പോഴേക്ക് കുട്ടീനെ കാണുന്നില്ല. അടുക്കള വാതിൽ തുറന്നിട്ടുമുണ്ട്. 1 കിലോമീറ്റർ അപ്പുറത്ത് കുറേ നമ്മൾ നാട്ടുകാർ മൊത്തം പരിധി. അതിനുശേഷം ഒരു 5 മണിക്ക് ശേഷമാണ് ഒരാൾ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. ഇങ്ങനെ കുട്ടീനെ കൂടി ഉണ്ടെന്ന് വെച്ച്. അവൾക്ക് കാതിൽ കമ്മലും ഇതെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പരിക്കുണ്ട്, കഴുത്തിനും ഇതെല്ലാം പരിക്കുണ്ട്, കണ്ണിനും പരിക്കുണ്ട്. ആ സംഭവം. പെൺകുട്ടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണിനും കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. മലയാളത്തിൽ സംസാരിക്കുന്ന മെലിഞ്ഞ ശരീരപ്രകൃതമുള്ളയാളാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി വിശദമായി പരിശോധന നടത്തി. CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പ്രതിയെ കണ്ടെത്തുവാൻ പോലീസ് അന്വേഷണം ഊർജിതമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയ്ക്ക് മറുപടിയുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ആരോപണം തെളിയിച്ചാൽ താൻ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുമെന്നും വിജയിച്ചാൽ MP സ്ഥാനം രാജിവെക്കുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. ഈശ്വരവിശ്വാസിയായ തന്നെ തോൽപ്പിക്കുവാൻ കോൺഗ്രസ് നേതാക്കൾ ചില പൊടിക്രിയകൾ ചെയ്തുവെന്നും ഉണ്ണിത്താൻ ആരോപിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിൽ ഗുരുതര ആരോപണങ്ങളുമായി KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ രംഗത്തെത്തിയതിന് പിന്നാലെ ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും നിലവിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ. കല്യോട്ടെ രക്തസാക്ഷികളുടെ കുടുംബം വിളിച്ചതായും വികാരപരമായി സംസാരിച്ച അവർ കോൺഗ്രസ് നേതാക്കൾ പ്രതികളുമായി ചങ്ങാത്തം കൂടിയെന്ന് പറഞ്ഞതായും വിവരിച്ച ഉണ്ണിത്താൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് പിൻവലിക്കില്ലെന്ന് പറഞ്ഞു. സ്വബോധത്തോടെയാണ് പോസ്റ്റ് ഇട്ടത്. കാസർകോട്ടെ കോൺഗ്രസുകാരുടെ വികാരമാണ് പ്രകടിപ്പിച്ചത്. DCC ഉൾപ്പെടെയുള്ളവർ തനിക്കൊപ്പമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. കല്യോട്ട രക്തസാക്ഷികളെ തള്ളിപ്പറയാൻ ആർക്ക് പറ്റും? കാസർഗോഡ് ആർക്കെങ്കിലും പറ്റുമോ? ആ രക്തസാക്ഷികളുടെ കുടുംബം പറയുന്നത് കേട്ടില്ലെന്നടിക്കാൻ ആർക്കും കഴിയുമോ? അപ്പം ഞാൻ അവരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട്, ആ വികാരം കാസർഗോട്ടെ ജനവികാരമാണ്, പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ്. ആ വികാരത്തിനനുസരിച്ച് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഞാൻ പിൻവലിച്ചിട്ടില്ല. കാര്യം ഞാൻ സ്വബോധത്തോടു കൂടിയാണ് പോസ്റ്റ് ഇട്ടത്. അതുകൊണ്ട് പിൻവലിക്കേണ്ട കാര്യം എനിക്കില്ല. ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടിയുറച്ച് നിൽക്കുന്നു. മരണം വരെ അതിൽ അടിയുറച്ച് നിൽക്കും. ഒരണുകട ഞാൻ പുറകോട്ട് പോകില്ല. രക്തസാക്ഷികളുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത തനിക്കുണ്ട്. അന്വേഷണ കമ്മീഷനെ വെച്ച സ്ഥിതിക്ക് കൂടുതലൊന്നും പറയുന്നില്ല. ബാലകൃഷ്ണൻ പെരിയ മോശമായി പെരുമാറിയവരെല്ലാം കമ്മീഷന് മുന്നിൽ മൊഴി നൽകും. എല്ലാ തെളിവുകളും കയ്യിലുണ്ട്. ബാലകൃഷ്ണൻ പെരിയ എന്തിനാണ് പ്രകോപിതനാവുന്നത് എന്നറിയില്ല. ഏതെങ്കിലും ഒരു ആരോപണം തെളിയിച്ചാൽ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കും, ജയിച്ചാൽ MP സ്ഥാനം രാജിവെക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചു. എല്ലാ കാര്യങ്ങളും പുറത്തുവരും. തോൽപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ചില പൊടിക്രിയകൾ ചെയ്തതായും ഉണ്ണിത്താൻ ആരോപിച്ചു. അയാൾ എനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്, ഗൗരവമുള്ളതാണ്. ആ 7ഓളം ആരോപണങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് തെളിയിച്ചാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം രാജിവെക്കും. MP ആയി തിരഞ്ഞെടുത്തതിന് ശേഷമാണ് തെളിയിക്കുന്നതെങ്കിൽ MP സ്ഥാനം രാജിവെക്കും. ഇതൊക്കെ ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാനൊരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ്. നിങ്ങൾക്ക് ഞെട്ടിപ്പിക്കുന്ന ചില കഥകൾ ഇതിലൊക്കെ കഴിഞ്ഞ് പറയാം. എന്നെ നശിപ്പിക്കാനായിട്ട് ഞാനിരിക്കുന്ന ഓഫീസിന് മുകളിലൊക്കെ ചില ക്രിയകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ ഫോട്ടോയും ഞാൻ നിങ്ങളെ കാണിക്കാം. എൻ്റെ വീട്ടിനകത്ത് എൻ്റെ പെൻ സ്റ്റാൻഡിൽ കൊണ്ടുവച്ചു. എന്തായാലും BJP-കാരൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വരത്തില്ലല്ലോ. വരുമോ? മാർച്ചിറ്റാർ വരത്തില്ലോ. ആ എടുത്ത സാധനങ്ങൾ മുഴുവൻ നിങ്ങളെ പ്രദർശിപ്പിക്കാം. നിറച്ച് കൈപ്പത്തി. മനസ്സിലായോ? അപ്പം ഇവിടെ നടത്താവുന്ന മൊത്തം നടത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, പിണ്ണാക്ക് കൊടുത്തില്ലേ ചെക്കി കയറി തൂകാവുന്ന. പിറ്റേന്ന് ചെക്ക് കഴിയുകയല്ല എള്ളാട്ടാൻ പറ്റൂ എന്ന് പറഞ്ഞ കണക്ക് ചില ആളുകൾ എന്നെ തോൽപ്പിക്കാൻ അവരുടെ ആവനാഴിയിൽ അവസാനത്തെ ആയുധവും പ്രയോഗിച്ചിട്ട് നടക്കാൻ വന്നപ്പോൾ ചില പൊടിക്രിയകൾ ചെയ്തിട്ടുണ്ട്. ആ പൊടിക്രിയ മൊത്തം ഞാൻ പിടിച്ചിട്ടുണ്ട്. ഉദുമ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന തന്നെ പരാജയപ്പെടുത്താൻ ഉണ്ണിത്താൻ ശ്രമിച്ചെന്നായിരുന്നു ബാലകൃഷ്ണൻ പെരിയ FB പോസ്റ്റിലൂടെ ആരോപിച്ചത്. ഇടതുപക്ഷത്തേക്ക് പോയ പാതൂർ ഷാനവാസിന്റെ വീട്ടിൽ വെച്ച് തന്നെ തോൽപ്പിക്കാൻ പലതവണ ഉണ്ണിത്താൻ ചർച്ച നടത്തിയെന്നും ബാലകൃഷ്ണൻ FB പോസ്റ്റിൽ പറഞ്ഞിരുന്നു. പെരിയ ഇരട്ട കൊലപാതക കേസിലെ 14ാം പ്രതി K മണികണ്ഠനൊപ്പം ഉണ്ണിത്താൻ നിൽക്കുന്ന ഒരു ഫോട്ടോയും ബാലകൃഷ്ണൻ പോസ്റ്റ് ചെയ്തിരുന്നു. പെരിയ ഇരട്ട കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതിനെ ചൊല്ലി വിവാദം പുകയുന്നതിനിടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താനും ബാലകൃഷ്ണൻ പെരിയയും തുറന്ന വാക്പോരിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ സ്വർണ്ണപ്പണയ തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതിയായ സംഘം സെക്രട്ടറി K രതീശൻ 3 വർഷമായി തട്ടിപ്പ് നടത്തി വരികയായിരുന്നു. തട്ടിപ്പ് പണം നിക്ഷേപിച്ചത് റിയൽ എസ്റ്റേറ്റിലായിരുന്നുവെന്നും വയനാട്ടിൽ സ്ഥലവും ബംഗളൂരുവിൽ 2 ഫ്ളാറ്റുകളും വാങ്ങിയതായും വിവരമുണ്ട്. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ 2022 മുതൽ പല ഘട്ടങ്ങളിലായി പണം തിരിമറി നടത്തി തുടങ്ങിയിരുന്നതായാണ് സഹകരണ വകുപ്പിന്റെ പരിശോധനയിൽ ലഭിക്കുന്ന വിവരം. ഏപ്രിൽ 30-ന് സഹകരണ ഇൻസ്പെക്ടറുടെ പരിശോധനയിലാണ് പണയ സ്വർണത്തിലുടക്കി തട്ടിപ്പ് പുറത്തറിയുന്നത്. ഈ സമയം സെക്രട്ടറി കർമ്മന്തോടിയിലെ K രതീശനും കുടുംബവും വിനോദയാത്രയിലായിരുന്നു. പണയ സ്വർണം കാണാതായതിനാൽ സംഘം സെക്രട്ടറിയോട് അവധിയിൽ പോകാൻ വകുപ്പ് ആവശ്യപ്പെട്ടു. തുടർന്നാണ് വിശദമായ പരിശോധന നടന്നത്. അതിൽ 42 പേരുടെ വ്യാജ സ്വർണ്ണ പണയമുണ്ടാക്കിയാണ് പണം തട്ടിയെടുത്തതെന്ന് വ്യക്തമായി. മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയുമെല്ലാം പേരിൽ വ്യാജ സ്വർണ്ണപ്പണയ ലോൺ എടുത്തായിരുന്നു തട്ടിപ്പ്. മാർച്ചിലെ നിക്ഷേപ സമാഹരണത്തിൽ ലക്ഷ്യമിട്ടതിലും കൂടുതൽ തുക നിക്ഷേപമായി സ്വീകരിച്ച് അപ്പെക്സ് ബാങ്കായ കേരള ബാങ്കിലെ ക്യാഷ് ക്രെഡിറ്റ് വായ്പയിലൂടെ തിരിച്ചടവ് തീർത്തു.
പിന്നീടാണ് 3 കോടിയുടെ പുതിയ CC വായ്പ അനുവദിക്കുന്നതും അതിൽ നിന്ന് 1.94 കോടി തട്ടിയെടുത്തതും. സംഘത്തിൽ നിന്ന് സെക്രട്ടറി കെ രതീഷ് പണയസ്വർണം കടത്തിയത് മാറ്റി നിർത്തിയ സമയത്തെന്ന് സൂചന. സൊസൈറ്റിയിൽ പണയം വെച്ച 42 പേരുടെ സ്വർണമാണ് കടത്തിയത്. സഹകരണ വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയ 1 കോടിക്ക് മുകളിലുള്ള ബാധ്യത തീർക്കാൻ ഭരണസമിതി ആവശ്യപ്പെട്ടിരുന്നതായും വിവരമുണ്ട്. രതീശൻ പണം എന്തിന് ചെലവഴിച്ചുവെന്നതിൽ വ്യക്തതയില്ല. തട്ടിപ്പ് പണം നിക്ഷേപിച്ചത് റിയൽ എസ്റ്റേറ്റിലായിരുന്നുവെന്നും വയനാട്ടിൽ സ്ഥലവും ബാംഗ്ലൂരുവിൽ 2 ഫ്ളാറ്റുകളും വാങ്ങിയതായും വിവരമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ സ്വർണ്ണപ്പണയ തട്ടിപ്പ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്നതാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. തട്ടിപ്പ് നടത്തിയ രേഖയില്ലാത്ത പണം CPM തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഉപയോഗിച്ചുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു. കേരളത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കണ്ടില്ലേ 1 കോടി രൂപ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ മൊത്തം ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ പരാജയപ്പെടുത്താൻ ഇത്തരം അൺഅക്കൗണ്ടഡ് മണി, മനസ്സിലായോ? അത് പിന്നെ ഈ നോട്ട് നിരോധനം വന്നപ്പം കള്ളപ്പണം മൊത്തം സഹകരണ പ്രസ്ഥാനത്തിലേക്ക് ഒഴുക്കുന്നു എന്നൊരു ആരോപണം വന്നല്ലോ. ആ ആരോപണത്തിന് അടിവരയിടുന്നതാണല്ലേ കരിവള്ളൂർ സംഭവം, നമ്മുടെ തൃശ്ശൂർ. ഇവിടുത്തെ ഇപ്പോൾ കാറെടുക്ക സംഭവം സെക്രട്ടറിയും പ്രസിഡൻറ്റും അറിയത്തില്ലയോ? ഇരട്ട സഹോദരങ്ങളല്ലേ. സെക്രട്ടറി അറിയാതെ പ്രസിഡൻറ്റും, പ്രസിഡൻ്റ് അറിയാതെ സെക്രട്ടറി. ഇത് എന്നിട്ട് ഇന്നലെ കുഞ്ഞമ്പു വന്ന് അവരെ തള്ളിപ്പറയുക. ഇതൊക്കെ അസംബന്ധ നാടകങ്ങളാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഈ പണം മൊത്തം UDFനെ തകർക്കാനാണ്. മോഡി അദാനിയുടെയും അംബാനിയുടെയും പണം വെച്ച് രാഹുൽ ഗാന്ധിയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ സഹകരണ പ്രസ്ഥാനത്തിലൂടെ കള്ളപ്പണം എടുത്ത് ഇവർ എല്ലാ സഹകരണ സ്ഥാപനങ്ങളെയും നിങ്ങൾ ആക്ഷേപിക്കരുത്. ചില പുഴുക്കുത്തുകൾ സഹകരണ പ്രസ്ഥാനത്തിലുണ്ട്. ആ പുഴുക്കുത്തുകളെ എടുത്ത് കളയാതെ സഹകരണ പ്രസ്ഥാനം നന്നാവത്തില്ല. കാര്യം ഇത് ചില ആളുകളുടെ കറവ പശുവായി മാറിയിരിക്കുന്നു സഹകരണ പ്രസ്ഥാനം. അതിനകത്ത് ഒരു ശുദ്ധികലശം നടത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന P. ഗംഗാധരൻ നായർ അനുസ്മരണ യോഗം DCC ഓഫീസിൽ സംഘടിപ്പിച്ചു. UDF സംസ്ഥാന കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. തനിക്ക് ലഭിക്കുന്ന വ്യക്തിപരമായ അംഗീകാരത്തിനപ്പുറത്ത് പാർട്ടിയുടെ വളർച്ചയ്ക്കും അണികളുടെ താൽപ്പര്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ നേതാവായിരുന്നു ഗംഗാധരൻ നായരെന്ന് UDF സംസ്ഥാന കൺവീനർ MM ഹസൻ അനുസ്മരിച്ചു. കാസർകോട്ടെ വിവിധ മതജാതി വിഭാഗങ്ങളിലെ ആളുകളെയും അവരുടെ സാംസ്കാരിക പരിപാടികളിലും ഇഴകിച്ചേർന്നു നിന്നും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് ശക്തമായ അടിത്തറ ഉണ്ടാക്കുവാൻ ഗംഗാധരൻ നായർക്ക് കഴിഞ്ഞുവെന്നും MM ഹസൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിശ്വാസം കോൺഗ്രസിലായി. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ വാസ്തവത്തിൽ കോൺഗ്രസ് പ്രവർത്തനത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം. ഞാൻ ഗംഗാധരൻ നായരെ പരിചയപ്പെടുന്നത് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ആദ്യം ഈ കാസർഗോഡ് വരുമ്പോൾ പരിചയപ്പെടുന്ന പ്രധാനപ്പെട്ട 3-4 പേരിൽ ഒരാൾ ഗംഗാധരൻ നായർ. ഞാൻ ഗംഗാധരൻ നായരിൽ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത, അതേപോലെ നിലപാട് പാർട്ടിക്കകത്ത് സ്വീകരിച്ചാൽ ആ നിലപാടുകൾ ഉറച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻ DCC പ്രസിഡന്റുമാരായ KP കുഞ്ഞിക്കണ്ണൻ, ഹക്കീം കുന്നിൽ, നേതാക്കളായ K നീലകണ്ഠൻ, A ഗോവിന്ദൻ നായർ, MC പ്രഭാകരൻ, കരിമ്പിൽ കൃഷ്ണൻ, മീനാക്ഷി ബാലകൃഷ്ണൻ, കരുൺ താപ്പ, CV ജെയിംസ്, ധന്യ സുരേഷ്, VR വിദ്യാസാഗർ, PV സുരേഷ്, KP പ്രകാശൻ, സാജിദ്, അഡ്വക്കേറ്റ് BM ജമാൽ, ജോമോൻ ജോസ്, കാർത്തികേയൻ പെരിയ, മിനി ചന്ദ്രൻ, A വാസുദേവൻ, R ഗംഗാധരൻ, T ഗോപിനാഥൻ നായർ, മധുസൂദനൻ ബാലൂർ, V ഗോപകുമാർ, ലോക്നാഥ് ഷെട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജനശ്രീ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ഉദ്ഘാടനവും മുൻ DCC പ്രസിഡന്റ് ഗംഗാധരൻ നായർ അനുസ്മരണവും സംഘടിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജനശ്രീ ചെയർമാൻ MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ഉദ്ഘാടനവും മുൻ DCC പ്രസിഡന്റ് P. ഗംഗാധരൻ നായർ അനുസ്മരണവും സംഘടിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ജനശ്രീ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പാവപ്പെട്ട ഇടത്തരക്കാരായ ആളുകളെ സംഘടിപ്പിച്ച് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ, അവരുടെ കുടുംബക്ഷേമം
മുൻനിർത്തി തൊഴിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ, അതോടൊപ്പം തന്നെ അവർക്ക് സ്വന്തമായി വരുമാനമുണ്ടാക്കാൻ, ആ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് സഹജീവികൾ തളർന്നു വീഴുമ്പോൾ, അവരുടെ ജീവിതം തകരുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വളരെ 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 ആളുകൾക്ക് സഹായം നൽകുന്നതാണ്. ജനശ്രീ ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ജനശ്രീ സംസ്ഥാന കമ്മിറ്റി അംഗം എം കുഞ്ഞമ്പു നായർ സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, കെ ടി കുഞ്ഞിക്കണ്ണൻ, ഹക്കീം കുന്നിൽ, ഖാദർ മാങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തകർന്ന് തരിപ്പണമായ മഞ്ചേശ്വരം KJM സിറാജുൽ ഹുദ റോഡ് നന്നാക്കണമെന്ന ആവശ്യം ശക്തം. 1.5 കിലോമീറ്റർ റോഡാണ് കാൽനടയാത്ര പോലും സാധ്യമാകാത്ത രീതിയിൽ ടാറിങ് ഇളകി തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. മഞ്ചേശ്വരം KJM മുതൽ സിറാജുൽ ഹുദ വരെയുള്ള 1.5 കിലോമീറ്റർ റോഡ് തകർന്ന് തരിപ്പണമായി കാൽനടയാത്ര പോലും സാധ്യമാകാത്ത അവസ്ഥയായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതായി പരാതി. മഴ പെയ്യാൻ തുടങ്ങിയാൽ റോഡുകളിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുകയും നിലവിലെ അവസ്ഥയേക്കാൾ കൂടുതൽ പരിതാപകരമാവുകയും ചെയ്യും. മച്ചമ്പടി, പാവൂർ, ചൗക്കി, ബഡാജെ, അമ്പിത്തടി, കൈതമ്പടി തുടങ്ങിയ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് കഴിഞ്ഞ 10 വർഷമായി ഈ അവസ്ഥയിലുള്ളത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. 3 വാർഡുകളിലായാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത്. 2 വാർഡിൽ SDPI അംഗങ്ങളും 1 വാർഡിൽ മുസ്ലിം ലീഗ് അംഗവുമാണ്. രാഷ്ട്രീയ എതിർപ്പിന്റെ പശ്ചാത്തലത്തിൽ ഐക്യമില്ലാതാകുന്നത് റോഡ് നന്നാക്കുന്നതുൾപ്പെടെയുള്ള വികസനത്തിന് തടസ്സമാകുന്നതായും നാട്ടുകാർ പറയുന്നു. 6-ാം വാർഡ് അംഗത്തിന്റെ ഇടപെടൽ 2022 രാഗം ജംഗ്ഷനിൽ നിന്ന് 270 മീറ്റർ കോൺക്രീറ്റ് ചെയ്തു. 7-ാം വാർഡ് അംഗത്തിന്റെ ഇടപെടലിൽ സിറാജുൽ ഹുദ സ്കൂളിന് മുന്നിൽ 20 മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്തിരുന്നു. എന്നാൽ അതെല്ലാം തകർന്നിപ്പോൾ റോഡ് പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ്. നടക്കാൻ കഴിയാത്ത ആൾക്കാരെല്ലാം എങ്ങനെ നടക്കണം? ഇതിൽ ഒരു ഓട്ടോറിക്ഷ ഇല്ല, വണ്ടിയില്ല, ബസ്സില്ല. ഇവിടെ ഒരു ഹൈസ്കൂളുണ്ട്, ഹെൽത്ത് സെൻ്ററുണ്ട്. എവിടെയെങ്കിലും ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നടക്കണേ ഉള്ളൂ. കൈക്കാലില്ലാത്തവർ എങ്ങനെ നടക്കുന്നു? ഗർഭിണികളുണ്ട്, മക്കളുണ്ട്, അംഗൻവാടിയുണ്ട്. അവിടെ എങ്ങനെ പോവുക? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഒന്നുമില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ റോഡ് ശരിയില്ല. നിങ്ങൾ റോഡ് ശരിയാക്കി, അതാണ് പറയുന്നത്. റോഡിൻ്റെ സൈഡാണെന്ന് വെച്ചാൽ കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ആകെ മറ്റേ പ്ലാസ്റ്റിക് കവറും മറ്റേ ഇതെല്ലാമായിട്ട്. പിന്നെ റോഡിൽ ഒരു ബൈക്കിൽ പോകുകയാണെന്ന് വെച്ചാൽ ചാടിയിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും ഒരു മനുഷ്യൻ്റെ നടു പോവും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇതെങ്ങനെയായാലും ഒന്ന് ശരിയായി കിട്ടണമെന്ന് ഞങ്ങളെല്ലാവരും വിചാരിക്കുക. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും ബസ്സുകളും വളരെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. റോഡിന്റെ ശോച്യാവസ്ഥ മൂലം ഇതുവഴിയുള്ള വാഹനയാത്രക്കാർ വലയുകയാണ്. പോകാൻ പറ്റുന്നില്ല, ഭയങ്കര ആടാടെ കൊതിയുണ്ട്. പിന്നെ പോകാൻ ഭാരി കഷ്ടമാണ്. ആടോടെ കൊതിയുണ്ട്. ഗാഡിൻ്റെ പാർട്സ് എല്ലാം അപ്പുറം ഇപ്പുറം ഇതായിക്കൊണ്ടിരിക്കുന്നു, റിപ്പയറിങ് ആയിക്കൊണ്ടിരിക്കുന്നു. 1.5 കിലോമീറ്റർ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഏകദേശം 90 ലക്ഷം രൂപയാണ് വേണ്ടത്. MLA ഫണ്ട് കൊണ്ട് മാത്രമേ ഇത് സാധ്യമാകൂ എന്ന് നാട്ടുകാർ പറയുന്നു. MLA വാഗ്ദാനം നൽകിയിട്ടും പ്രവൃത്തി നടക്കാത്തതിൽ പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തും നവകേരള മിഷനും സംയുക്തമായി പച്ചത്തുരുത്ത് ശില്പശാല സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈമ PA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തും നവകേരള മിഷനും സംയുക്തമായി പരിസ്ഥിതി ദിനാചരണത്തിന് മുന്നോടിയായി പച്ചത്തുരുത്ത് ശില്പശാല സംഘടിപ്പിച്ചു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈമ PA ഉദ്ഘാടനം ചെയ്തു. നവകേരള മിഷൻ കോർഡിനേറ്റർ ബാലകൃഷ്ണൻ വിഷയാവതരണം നടത്തി. മെമ്പർമാരായ അഷ്റഫ് കർല, ജമീല, സുകുമാരൻ കുതിരപ്പാടി, ജയന്തി, രാജു, കലാഭവൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ഇൻചാർജ് പീതാംബരൻ സ്വാഗതവും അഷ്റഫ് K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്കൂളിൽ അറിവ് പകർന്നു നൽകിയ 50-ൽ പരം അധ്യാപകരെ ഒരു വേദിയിൽ ആദരിച്ച് മെട്ടമ്മൽ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ. 1 വർഷക്കാലം നീണ്ടുനിൽക്കുന്ന സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗുരുവന്ദനം പരിപാടിയിൽ പൂർവാധ്യാപകരെ പൊന്നാട അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയുമാണ് ആദരിച്ചത്. ഗുരുനാഥരെ ആദരിച്ച് മാത്രമേ മെട്ടമ്മലിലെ ഏക സർക്കാർ സ്കൂളിൻ്റെ 100ാം വാർഷികാഘോഷങ്ങൾ തുടങ്ങാവൂ എന്ന നിർദ്ദേശം പരിഗണിച്ചാണ് വയോധികർ ഉൾപ്പെടെയുള്ള പൂർവാധ്യാപകരെ ഒരു വേദിയിൽ ഒരുമിച്ച് ആദരിച്ചത്. ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗുരുവന്ദനം പരിപാടി റിട്ടയർഡ് ADPI C രാഘവൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ 100 വർഷം പഴക്കമുള്ള ഈ വിദ്യാലയത്തിൽ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ പഴയ കാലം ചിലപ്പോൾ ഓർമ്മിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. ആ പഴയ കാലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റോഡുകളുണ്ടാവാൻ,
ചിലപ്പോൾ സാധ്യതയില്ല. അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഇവിടെ വന്നവരാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങൾ വീണ്ടും ഇവിടെ തിരിച്ചു എത്തുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നൊരു സുഖമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ളതിൽ പകുതി സുഖം ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കഴിയുന്നതാണ്. സംഘാടക സമിതി ചെയർമാൻ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. കവി CM വിനയചന്ദ്രൻ ആദര പ്രഭാഷണം നടത്തി. അധ്യാപകർ അനുഭവങ്ങൾ പങ്കുവച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ KP ശ്രീജ, ട്രഷറർ PP സെയ്ദ്, A ശശിധരൻ എന്നിവർ സംസാരിച്ചു. ശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം EP രാജഗോപാലൻ നിർവഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ മുഖ്യാതിഥിയായിരുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 18-20 വാർഡുകളിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ഒരു വർഷക്കാലത്തെ പ്രവർത്തന കലണ്ടർ കാസർഗോഡ് DPC VS ബിജുരാജ് പ്രകാശനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സത്താർ വടക്കുംപാട്, സഫർ മെട്ടമ്മൽ, K രാജീവ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ നൃത്തസന്ധ്യ അരങ്ങേറി. മന്ദാരം മ്യൂസിക്കൽ ബാൻഡിൻ്റെ സംഗീത നിശയും നടന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അച്ചാനൂർ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. പൊതുപരീക്ഷ അവാർഡ് ദാനവും നടത്തി. അജാനൂർ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ വാർഷിക ജനറൽ ബോഡി യോഗവും പൊതുപരീക്ഷാ അവാർഡ് ദാനവും സൗത്ത് ചിത്താരി മദ്രസ ഹാളിൽ ചേർന്നു. സമസ്ത മുഫത്തിഷ് ഹംസ ഫൈസിയുടെ അധ്യക്ഷതയിൽ റേഞ്ച് പ്രസിഡന്റ് TP അലി ഫൈസി ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് ജനറൽ സെക്രട്ടറി അഷ്റഫ് ദാരിമി സ്വാഗത ഭാഷണം നടത്തി. കഴിഞ്ഞ പൊതുപരീക്ഷയിലെ റാങ്ക് ജേതാക്കൾക്കും ടോപ്പ് പ്ലസ് നേടിയവർക്കും പ്രാപ്തരാക്കിയ അധ്യാപകർക്കും 100% വിജയം നേടിക്കൊടുത്തവർക്കും പ്രത്യേക ക്യാഷ് അവാർഡും മൊമെന്റോയും വിതരണം ചെയ്തു. മജീദ് ഹുദവി ക്ലാസിന് നേതൃത്വം നൽകി. P ഹംസ മൗലവി, KU ദാവൂദ് ഹാജി, അബ്ദുള്ള ഹാജി, നൌഷാദ് കൊത്തിക്കാൽ, മുഹമ്മദ് കുഞ്ഞി ഹാജി നോർത്ത് ചിത്താരി, A ഹമീദ് ഹാജി, ബഷീർ മാട്ടുമ്മൽ, ഷറഫുദ്ദീൻ ബെസ്റ്റ് ഇന്ത്യ, CP സുബൈർ, ജുനൈദ് റഹ്മാനി തുടങ്ങിയവർ സംസാരിച്ചു. TP അലി ഫൈസി പ്രസിഡന്റായും PA അഷ്റഫ് ദാരിമി പള്ളങ്കോട് സെക്രട്ടറിയായും KU ദാവൂദ് ഹാജി ചിത്താരി ട്രഷററായും പുതിയ കമ്മിറ്റി നിലവിൽ വന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാഷണൽ ഹൈവേ ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ദേശീയപാതയിൽ മാവുങ്കാൽ കാഞ്ഞങ്ങാട് റോഡിൽ അടിപ്പാത നിർമ്മിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത്. കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും മാവുങ്കാലിലേക്ക് പ്രവേശിക്കുന്ന ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കുക, മാവുങ്കാൽ ജംഗ്ഷൻ മുതൽ ഫ്ലൈ ഓവർ വരെയുള്ള ഭാഗത്ത് 9 മീറ്റർ വീതിയിൽ ഡബിൾ ലൈൻ സർവീസ് റോഡ് നിർമ്മിക്കുക, മഴക്കാലത്ത് കുന്നിൻ മുകളിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലൂടെ വെള്ളം മാവുങ്കാൽ ടൗണിൽ ഒഴുകിയെത്തി വെള്ളം കയറുന്നത് ഒഴിവാക്കാൻ ഓവുചാൽ പണി പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാഷണൽ ഹൈവേ ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാവുങ്കാലിൽ പ്രതിഷേധ ധർണ നടത്തിയത്. ആക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ A വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 66 പ്രവൃത്തി തുടങ്ങാൻ അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ ഈ മാവുങ്കാൽ കൂടി കടന്നു പോകുന്ന ദേശീയപാത ഈ ടൗണിൽ രണ്ടായി തിരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് തിരിച്ചറിവുണ്ട്. ഇവിടെ വരാൻ പോകുന്ന മേൽപ്പാൽ ഈ ടൗണിൽ മുഴുവനായിട്ടും ഉൾപ്പെടുത്തുന്നതായിട്ട് മനസ്സിലാക്കിയപ്പോൾ 2022 സെപ്റ്റംബർ മാസത്തിൽ ഏതാണ്ട് 2 വർഷം മുമ്പ് ഈ ആക്ഷൻ കമ്മിറ്റി നിലവിൽ വന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതിന് ജനറൽ കൺവീനറിൽ ഒരുപാട് ഓഫീസുകൾ മാനേജ്മെന്റിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുകയാണ്. ജനറൽ കടന്നു വന്നില്ല. വിശദമായി ഈ കമ്മിറ്റി കഴിഞ്ഞ 2 വർഷക്കാലമായി പ്രവർത്തിച്ചു വരികയാണ്. കമ്മിറ്റി ചെയർമാൻ സുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ KV ബാബു, P പത്മനാഭൻ, മഞ്ഞംപൊതി വീരമാരുതി ക്ഷേത്രം പ്രസിഡന്റ് രവീന്ദ്രൻ മാവുങ്കാൽ, ആനന്ദാശ്രമം ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജയരാജ് നമ്പ്യാർ, മാവുങ്കാൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ലോഹിതാക്ഷൻ R, N അശോക് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ MV മധു, ശ്രീദേവി R എന്നിവർ സംസാരിച്ചു. ആക്ഷൻ കമ്മിറ്റി കൺവീനർ M പ്രദീപ് കുമാർ മാവുങ്കാൽ സ്വാഗതവും വൈശാഖ് മാവുങ്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെല്ലിക്കാട്ട് റെഡ് സ്റ്റാർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ ജില്ലയിലെ മികച്ച ടീമുകൾ പങ്കെടുക്കും.
നെല്ലിക്കാട്ട് റെഡ് സ്റ്റാർ ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ ജില്ലയിലെ മികച്ച ടീമുകൾ പങ്കെടുക്കും. CPM ജില്ലാ കമ്മിറ്റി അംഗം PK നിഷാന്ത് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി സെക്രട്ടറി M രാജീവൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ TV സുജിത് കുമാർ, രതീഷ് നെല്ലിക്കാട്ട് എന്നിവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി രാജേഷ് നെല്ലിക്കാട്ട് സ്വാഗതവും അർജുൻ നെല്ലിക്കാട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിപണി കണ്ടെത്തുവാൻ കഴിയാതെ പാക്കം മാലക്കോട്ടെ നേന്ത്രവാഴ കർഷകർ. വിളവെടുപ്പിന് ഭാഗമായ 200ഓളം വാഴക്കുലകൾ വിപണിയിലേക്ക് എത്തിക്കുവാൻ കഴിയാത്തത് കർഷകനായ അശോകനെ കണ്ണീരിലാഴ്ത്തുന്നു. സാധാരണ കർഷകർ ലാഭം പ്രതീക്ഷിച്ച് രാസവളങ്ങൾ ചേർത്ത് നേന്ത്രവാഴ കൃഷി ചെയ്യുമ്പോൾ ജൈവ രീതിയിൽ കൂടുതൽ ചിലവ് വരുന്ന കൃഷി നടത്തിയ കർഷകർ നേന്ത്രക്കായ വാങ്ങാൻ ആളില്ലാതെ പ്രതിസന്ധിയിൽ. പാക്കം ആലക്കോട് സ്വദേശിയായ അശോകനാണ് തന്റെ കൃഷിയിടത്തിൽ കണ്ണീരണിഞ്ഞ് നിൽക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പാട്ടത്തിനെടുത്ത ഭൂമിയിൽ 400ഓളം വാഴകളാണ് അശോകൻ കൃഷി ചെയ്തത്. നേന്ത്രവാഴ കൃഷിക്ക് വേനലിൽ നല്ല നന വേണം. രാവിലെയും വൈകിട്ടും 2 നേരം വരെ തോട്ടം നനയ്ക്കണം. കൊടും വേനലിൽ വാഴകൾ തളരും. മാരക ചൂടിൽ തണ്ട് ഒടിഞ്ഞു വീഴാം. ഇതിനെയൊക്കെ മറികടന്ന് ഏറെ കഷ്ടപ്പെട്ടാണ് വേനലിൽ അശോകനെ പോലെയുള്ള കർഷകർ വാഴകൃഷി നടത്തി വരുന്നത്. ഒടുവിൽ വിളവെടുപ്പിന് സജ്ജമായപ്പോൾ വിപണി കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയും. ഏകദേശം 1.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കൃഷി ചെയ്തത്. വന്യമൃഗങ്ങളുടെ ശല്യവും ഏറെയാണ്. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് കൃഷി നടത്തിയ അശോകന് ഇതുവരെയായും കൃഷിഭവനിൽ നിന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ലെന്നും കൃഷി വകുപ്പിന്റെ ആനുകൂല്യങ്ങൾ കർഷകരിലേക്ക് എത്തുന്നില്ലെന്നും അശോകൻ പറഞ്ഞു. ഇനി വാഴകൃഷി ഒരു 10 കൊല്ലം മുമ്പേ നിർത്തിയാണ്. കാരണം ഇത് നഷ്ടം പരിപാടി എന്തെങ്കിലുണ്ട്. പിന്നെ കൃഷി ഒഴിവാക്കിയിട്ട് പോകാനുള്ള മനസ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഒരു മൂട് വാഴക്ക് 15 രൂപ പാട്ടം കൊടുക്കണം, 15 രൂപ കന്നനും കൊടുക്കണം. എന്നിട്ടും 400ഓളം വാഴ 1 ലക്ഷം രൂപ ലോൺ എടുത്തുകൊണ്ട് കൃഷി ചെയ്തതാണ്. വാഴ നല്ല വാഴയിന് 18 കിലോ 22 കിലോ എല്ലാം കുറേ തൂക്കം വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം മൂത്ത് എല്ലാം പഴുക്കാൻ തുടങ്ങി, പക്ഷി തിന്നാൻ തുടങ്ങി. ഇപ്പോൾ കായായിരിക്കും വേണ്ട. ഒരുപാട് സ്ഥലത്ത് വിളിച്ചന്വേഷിച്ചു, വേണി കായ് വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഈ കൃഷി എടുക്കുന്നത്? അതുമാത്രമല്ല, ഇപ്പോൾ സെപ്റ്റംബർ 20 വരെ ഞാൻ വാഴ വെച്ചത്. ഒക്ടോബറിൽ പള്ളിക്കര കൃഷിഭവനിൽ അപേക്ഷ കൊടുത്ത് അങ്ങനെ വാഴ വെച്ചിട്ടുണ്ട്, നോക്കണം. ഇതുവരെ അവർ നോക്കിയിട്ടില്ല. ഫോട്ടോ അടക്കം എടുത്തിട്ട് കൊടുത്തതാണ്. ഇതുവരെ നോക്കിയിട്ടില്ല. 1 രൂപ ആനുകൂല്യം നമുക്ക് കിട്ടിയിട്ടില്ല. 20 കിലോ വരെ തൂക്കം വരുന്ന 200ഓളം വാഴക്കുലകൾ വിപണി കണ്ടെത്താൻ കഴിയാത്തതുമൂലം വിളവെടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. അശോകന് വിപണി കണ്ടെത്താൻ കൃഷിഭവന്റെ ഭാഗത്തു നിന്നുമുള്ള സഹായം ലഭിച്ചേ തീരൂ. കൃഷി വകുപ്പ് നേന്ത്രവാഴ കർഷകർക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളും കാത്ത് കഴിയുകയാണ് ഈ കർഷകൻ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ കവരുകയും ചെയ്തു. അക്രമിക്കായി അന്വേഷണം ഊർജിതം. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയ്ക്ക് മറുപടിയുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ആരോപണം തെളിയിച്ചാൽ താൻ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുമെന്ന് ഉണ്ണിത്താൻ. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ സ്വർണ്ണ പണയ തട്ടിപ്പ്. കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ P. ഗംഗാധരൻ നായർ അനുസ്മരണ യോഗം DCC ഓഫീസിൽ നടന്നു. MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം KJM സിറാജുൽ ഹുദ റോഡ് നന്നാക്കണമെന്ന ആവശ്യം ശക്തം. 1.5 കിലോമീറ്റർ റോഡാണ് കാൽനട യാത്ര പോലും സാധ്യമാകാത്ത രീതിയിൽ തകർന്നിരിക്കുന്നത്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തും നവകേരള മിഷനും സംയുക്തമായി പച്ചത്തുരുത്ത് ശില്പശാല സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈമ PA ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.